നമുക്കിന്ന് ക്രിസ്റ്റൽ ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എഫ് സെൻറ്ററിനെ പറ്റി പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഫ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ഡിഫക്റ്റിൻ്റെ ഭാഗമായിട്ട് ക്രിസ്റ്റലിൽ ഉണ്ടാകുന്ന ഒരു കളർ സെൻറ്ററാണ്. അപ്പോൾ എഫ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതിനെ ഫാബേ സെൻറ്റർ എന്നാണ് പറയുന്നത്. ജർമ്മൻ വാക്കായ ഫാബ് സെൻട്രം എന്ന് പറയുന്നൊരു വേർഡിൽ നിന്നാണ് എഫ് സെൻറ്റർ എന്ന് പറയുന്ന വേർഡ് ഉണ്ടായേക്കുന്നത്. ഇതിനകത്ത് ഫാബേ എന്ന് പറയുന്നത് കളറെന്നും സെൻട്രം എന്ന് പറഞ്ഞാൽ സെൻറ്റർ എന്നുമാണ്. എന്ന് വെച്ചാൽ കളർ സെൻറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എഫ് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് ക്രിസ്റ്റൽസിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയൺ അതിൻ്റെ ലാറ്റൈസ് സൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ക്രിസ്റ്റൽ സൈറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയും അവിടെ ആ ഒരു വേക്കൻസിയെ നമ്മളുടെ ഒരു ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുകയും ചെയ്താൽ അവിടെ നമ്മൾ എഫ് സെൻറ്റർ ഉണ്ടാകും. ഈ എഫ് സെൻറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കളർ സെൻറ്റേഴ്സായിട്ട് ആക്ട് ചെയ്യും. കാരണം ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ലൈറ്റിനെ അബ്സോർബ് ചെയ്ത് കളർ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് ഒരു എഫ് സെൻറ്ററിൻ്റെ ഒരു സ്കീമാറ്റിക് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ. ഒരു ആനിയോൺ മിസ് ചെയ്യുന്നു, അവിടെ ഒരു ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.